അത് അള്ളാന്റെ കുതിർത്തുണ്ടല്ലോ, അപ്പൊ പൊന്തട്ട്. അള്ളാന്റെ കുതിർത്തുണ്ടെങ്കിൽ അത് പൊന്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി കമാ യുഹിബ്ബു റബ്ബുനാ വയർളാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, യുക്തിവാദികളെപ്പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വെല്ലുവിളിക്കുകയും അവൻ്റെ കഴിവിനെ ചോദ്യം ചെയ്യുകയുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചില മുസ്ലിയാക്കന്മാർ. മംഗലാപുരത്ത് AP വിഭാഗം സമസ്ത കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മുഖാമുഖം സംഘടിപ്പിച്ചു. ആ മുഖാമുഖത്തിൽ തോക്കെ സഖാഫി എന്ന് പറയുന്ന ഒരു മുസ്ലിയാർ അള്ളാഹുവിനെ തന്നെ വെല്ലുവിളിക്കുകയും അവൻ്റെ കഴിവിനെ ചോദ്യം ചെയ്യുകയുമൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോ ക്ലിപ്പ് എൻ്റെ പല സുഹൃത്തുക്കളും എനിക്ക് അയച്ചു തന്നു. ഞാനതൊന്ന് കേട്ടപ്പോൾ വിഷമം തോന്നി. അള്ളാഹുവിൽ ശരിയായ നിലയ്ക്ക് വിശ്വസിക്കാതെ പടച്ച റബ്ബിൽ വിശ്വാസം നഷ്ടപ്പെട്ട് കുഫ്രിയത്തിൻ്റെ പടുകുഴിയിലേക്ക് ചെന്ന് വീഴുന്ന ചില മനുഷ്യന്മാരുടെ ദുരന്തപൂർണമായ അവസ്ഥയെക്കുറിച്ച് ഓർത്തപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. ഇവരുടെ ചില ഔലിയാക്കൾ, ആ ഔലിയാക്കളുടെ കഴിവുകേടുകളെക്കുറിച്ച് ചോദ്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ജാള്യത മറച്ചു വെക്കുന്നതിന് വേണ്ടി ഈ മുസ്ലിയാക്കന്മാരിപ്പോൾ ചെയ്യുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തന്നെ വെല്ലുവിളിക്കുകയും അവൻ്റെ കഴിവിനെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. എന്നിട്ട് തനിച്ച കുഫ്രിയത്തിൻ്റെ പടുകുഴിയിലേക്ക് ചെന്ന് വീഴുകയാണ്. അതുകൊണ്ട് തന്നെ മംഗലാപുരത്ത് ഈ മുസ്ലിയാർ അള്ളാഹുവിനെ ചോദ്യം ചെയ്യുന്നുണ്ടല്ലോ, എന്നിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് എൻ്റെ ഈ സംസാരത്തിലുള്ളത്. ഇത് അവസാനം വരെ നിങ്ങൾ ശ്രവിക്കണം. ഇവരുടെ കിതാബുകൾ എടുത്തുകൊണ്ട് തന്നെ ഇവർക്ക് കൃത്യമായ നിലക്ക് നമ്മൾ മറുപടി പറയുകയാണ്. ഈ വീഡിയോയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. حتى يتبين لهم أنه الحق. സഹോദരങ്ങളെ, ആദ്യം അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്ന ആ മുസ്ലിയാരുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ കഴിവിനെ തന്നെ ചോദ്യം ചെയ്യാൻ, ആ വീഡിയോ ക്ലിപ്പ് നിങ്ങൾ ആദ്യം ഒന്ന് കാണുക. ശേഷം നമുക്ക് വിശദീകരിക്കാം. അള്ളാഹ്ക്ക് കഴിവുണ്ടെങ്കിൽ അത് പൊന്തട്ട്. അള്ളാഹ്ക്ക് കഴിവുണ്ടെങ്കിൽ പൊന്തട്ട്. ആ അള്ളാഹ്ക്ക് കഴിവുണ്ടെങ്കിൽ അത് പൊന്തട്ട്. നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പോ വലിയ കലാമത്തോട് പൊന്തട്ട്. അല്ലാഹു അക്ബർ. ഇത് ആ മാതിരി ഒന്നും ഇവിടെ നടക്കൂല എന്ന് മനസ്സിലായില്ലേ? അത് അള്ളാന്റെ കുതിർത്തുണ്ടല്ലോ, ആ പൊന്തട്ട്. അള്ളാന്റെ കുതിർത്തുണ്ടെങ്കിൽ അത് പൊന്തട്ടെ. കേട്ടില്ലേ സഹോദരങ്ങളെ, എത്രമാത്രം ഗൗരവമാണ് വിഷയം. സൃഷ്ടികളുടെ കഴിവുകേടിനെയും സ്രഷ്ടാവിൻ്റെ കഴിവിനെയും താരതമ്യം ചെയ്യുന്നത് തന്നെ കുഫ്രിയത്താണ്. തൗഹീദിൻ്റെ ബാലപാഠം പോലും, പ്രാഥമിക പാഠം പോലും പഠിക്കാതെയാണ് ഈ നിലക്കുള്ള കുഫ്രിയത്ത് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വഴിതെറ്റിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ മുസ്ലിയാരെ, നിങ്ങൾ വഅ്ള് പറയാറില്ലേ? നിങ്ങൾ വഅ്ള് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു കാരുണ്യവാനാണ്, അള്ളാഹു സർവശക്തനാണ് എന്നൊക്കെ നിങ്ങൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ സദസ്സിൽ നിന്ന് ഒരു യുക്തിവാദി നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ പറയുന്നല്ലോ അള്ളാഹു സർവശക്തനാണ്, എല്ലാറ്റിനും കഴിവുള്ളവനാണെന്ന്. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ അള്ളാഹു ഈ ആകാശത്തെ ഒന്ന് താഴ്ത്തട്ടെ, അതല്ലെങ്കിൽ മുസ്ലിയാരെ നിങ്ങൾ ചോദിച്ചതുപോലെ ഈ ഭൂമിയെ ഒന്ന് ഉയർത്തട്ടെ, അതല്ലെങ്കിൽ ഇപ്പോൾ മഴ പെയ്യിപ്പിക്കട്ടെ എന്നൊക്കെ യുക്തിവാദി ചോദിച്ചാൽ ആ സമയത്ത് അത് സംഭവിച്ചിട്ടില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവുകെട്ടവനാണോ? അള്ളാഹുവിന് അതിന് സാധിക്കുകയില്ല എന്നാണോ അതിൻ്റെ അർത്ഥം? തനി ജഹാലത്തല്ലേ മുസ്ലിയാരെ നിങ്ങൾ പ്രസംഗിച്ചത്? യുക്തിവാദി നിങ്ങളോട് പറയണം, അപ്പോൾ നിങ്ങളുടെ അള്ളാഹുവിന് കഴിവില്ല, ശക്തിയില്ല എന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്ന് ചോദിച്ചാൽ എത്രമാത്രം ജഹാലത്തായിരിക്കും? ആ നിലക്കുള്ള ജഹാലത്തല്ലേ മുസ്ലിയാരെ നിങ്ങൾ ഇപ്പോൾ ചോദിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്തത്? അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് അള്ളാഹുവിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് മുസ്ലിയാരെ. 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ മദ്രസയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക്, ഒരു മദ്രസ വിദ്യാർത്ഥിക്കുള്ള അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിവരം പോലും നിങ്ങൾക്കില്ലാതെയാണ് നിങ്ങൾ ഈ മുഖാമുഖ നാടകം നടത്തി പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കുന്നത്. ഞാനിത് ബോധപൂർവമാണ് പറയുന്നത്. കാശിന് വിവരമില്ലാത്ത ചോദ്യമല്ലേ മുസ്ലിയാരെ നിങ്ങൾ ചോദിച്ചത്? പടു ജഹാലത്തല്ലേ നിങ്ങൾ ചോദിച്ചത്? ഇങ്ങനെ ചോദിച്ചാൽ അള്ളാഹുവിന് ശക്തിയില്ല എന്നാണോ അതിൻ്റെ അർത്ഥം? ഇങ്ങനെയാണോ വിശ്വാസികൾ വിശ്വസിക്കേണ്ടത്? മുസ്ലിയാരെ, നിങ്ങൾ അവിഭക്ത സമസ്തയായിരുന്ന കാലത്ത്, കാരണം നിങ്ങൾ മദ്രസയിൽ പോലും ശരിക്കും പഠിച്ചിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിഭക്ത സമസ്തയായിരുന്ന കാലത്ത് നിങ്ങളുടെ മദ്രസ വിദ്യാഭ്യാസ ബോർഡ് പുറത്തിറക്കിയ മദ്രസയിലെ സിലബസ് ഉണ്ടായിരുന്നില്ലേ? വിശ്വാസ കാര്യങ്ങളും അതേപോലെ ദീനിയാത്തുമൊക്കെ. അതെങ്കിലും ഒന്ന് നേരാമണ്ണം ഓതി പഠിച്ചിട്ട് പോരായിരുന്നോ മുസ്ലിയാരെ ഈ മുഖാമുഖ നാടകം നടത്തൽ? ഇതാ നിങ്ങൾ ഈ കാണുന്നത് 5ാം ക്ലാസ്സിലെ
അഖീദയാണ്. അവിഭക്ത സമസ്ത പഠിപ്പിച്ചിരുന്ന ഇവരുടെ സിലബസിൽ ഉണ്ടായിരുന്ന കിതാബുൽ അഖായിദ്. ശരിക്കും മനസ്സിലാക്കണം എൻ്റെ സുഹൃത്തുക്കൾ, ഈ മുസ്ലിയാരുടെ ജഹാലത്ത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. അതിൽ പറയാണ് വൽ ജായിസു ഫീ ഹഖ്ഖിഹി തആല ഫിഅലു കുല്ലി മുംകിനിൻ ഔ തർക്കുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹക്കിൽ അവന് ജായിസാണ് എന്ത്? ഉണ്ടാകുന്ന ഏതൊരു കാര്യവും ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. ഉണ്ടാകാവുന്ന ഏത് കാര്യമാകട്ടെ അത് ഉണ്ടാകാം, അതല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കാം. ഈ ഒരു അഖീദ ശരിക്ക് പഠിച്ച ഒരു വിദ്യാർത്ഥി ചോദിക്കുമോ അള്ളാഹ്ക്ക് കഴിവുണ്ടെങ്കിൽ അത് പൊന്തട്ടെ എന്ന് ഈ മുസ്ലിയാർ ചോദിച്ച പടുവിഡ്ഢിത്തരം ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ മുസ്ലിയാർക്ക് ഇവര് പഠിപ്പിച്ച വിശ്വാസ കാര്യങ്ങൾ പോലും ശരിക്ക് പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ഇയാൾ 4ാം ക്ലാസ്സിൽ പോയി പഠിക്കണം, അതല്ലെങ്കിൽ 5ാം ക്ലാസ്സിൽ പോയി പഠിക്കണം. എന്നിട്ട് ഈ പടു ജാഹിലിനെ വലിച്ചു കൊണ്ടുവന്നിട്ടാണ് മുഖാമുഖം നടത്തുന്നത്. എനിക്കങ്ങനെ പറയേണ്ടി വന്നതിൽ വളരെ സങ്കടമുണ്ട്. ഇത് മാത്രമല്ല, ഇനി നോക്കൂ നിങ്ങൾ, ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇവരുടെ അവിഭക്ത സമസ്ത. ഇരു സമസ്തയും ഒന്നായിരുന്ന മുത്തഫഖുൻ അലൈഹിയാണ്. ഇവരുടെ സിലബസിലെ 4ാം ക്ലാസ്സിലെ ദീനിയാത്ത് നിങ്ങളൊന്ന് കാണുക. ആ ദീനിയാത്തിൽ ഇവർ പഠിപ്പിക്കുന്ന വിശ്വാസമുണ്ട്. അതാ ശരിക്കും നോക്കിക്കോ. അസ്സിഫത്തുൽ ജായിസ, അല്ലാഹു തആലാക്ക് ജായിസായ സിഫത്ത്, അള്ളാഹിന്റെ ജായിസായ സിഫത്ത് പഠിപ്പിക്കുകയാണ്. എന്താ പഠിപ്പിക്കുന്നത്? ഫിഅലു കുല്ലി മുംകിനിൻ ഔ തർക്കുഹു, ഉണ്ടാകാവുന്ന കാര്യം ചെയ്യൽ, അതല്ലെങ്കിൽ ചെയ്യാതിരിക്കൽ. ഉണ്ടാകാവുന്ന ഒരു കാര്യം ചെയ്യാം, ചെയ്യാതിരിക്കാം, അത് അള്ളാഹുവിന് ജായിസാണ്. പൊട്ടൻ മുസ്ലിയാരെ, എന്നിട്ടാണോ നിങ്ങൾ അള്ളാഹ്ക്ക് കഴിവുണ്ടെങ്കിൽ ഇത് പൊന്തട്ടെ എന്ന് പറയുന്നത്? അത് പൊന്താം, അത് പൊന്താതിരിക്കാം. അത് പൊന്തിയില്ല എങ്കിൽ, അത് ഉയർന്നിട്ടില്ല എങ്കിൽ അള്ളാഹ്ക്ക് കഴിവില്ല എന്നാണോ നിങ്ങൾ മനസ്സിലാക്കിയത്? നിങ്ങൾ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ ദീനിയാത്ത് പഠിച്ചിട്ടുണ്ടോ? എന്താ നിങ്ങൾ പഠിച്ചത്? എന്ത് വിഡ്ഢിത്തരമാണ് നിങ്ങൾ പറയുന്നത്? എന്നിട്ട് അതിൽ വിവക്ഷ കേട്ടോ. ബുദ്ധിയുടെ ദൃഷ്ടിയിൽ ഉണ്ടാകലും ഉണ്ടാകാതിരിക്കലും സമമായ ഒരു കാര്യം, ഖൈറോ ഷർറോ ഏതായാലും അത് ചെയ്യലും ചെയ്യാതിരിക്കലും അള്ളാഹുവിന് ജായിസാണ്. അപ്പോൾ ഒരു മനുഷ്യനെ ധനികനാക്കുക, മറ്റൊരാളെ ദരിദ്രനാക്കുക, അപ്രകാരം ആലിമാക്കുക, ജാഹിലാക്കുക, ശക്തനാക്കുക, അശക്തനാക്കുക, ഇതുപോലുള്ള ഒരു കാര്യവും അള്ളാഹുവിന് നിർബന്ധമുള്ളതോ പാടില്ലാത്തതോ അല്ല. അവയെല്ലാം ജായിസാകുന്നു എന്നാണ് നിങ്ങളുടെ മദ്രസയിൽ വളരെ വ്യക്തമായ നിലക്ക് നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്, നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. ആ ഒരു ദീനിയാത്ത് വായിച്ചാൽ മുസ്ലിയാരെ, അത് ശരിക്കും അന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ യമണ്ടൻ ചോദ്യവുമായി നിങ്ങൾ വരുമോ മുസ്ലിയാരെ? എത്രമാത്രം ജാഹിലാണ് നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം ശരിക്ക് പഠിച്ചോ. നിങ്ങൾക്ക് അഖീദ ഞങ്ങൾ പഠിപ്പിച്ചു തരാം. ഇത് പഠിക്കാതെയാണ് നിങ്ങൾ ഈ ചോദ്യവുമായി വന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനെ രക്ഷിക്കാൻ കഴിവുള്ളതോടുകൂടി ആ മനുഷ്യനെ രക്ഷിക്കാതിരിക്കാം. അതിൻ്റെ പേരിൽ അള്ളാഹു ചോദ്യം ചെയ്യപ്പെടുകയില്ല മുസ്ലിയാരെ. എന്നാലും മനുഷ്യന്മാരങ്ങനെയല്ല. മനുഷ്യന്മാരെ ആ രൂപത്തിലല്ല. മനുഷ്യന്മാർക്ക് രക്ഷിക്കാൻ കഴിയുമെങ്കിൽ അത് അവർ രക്ഷിക്കണം, രക്ഷപ്പെടുത്തണം. ശരിക്കും നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കണം. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു നാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായി. അത് അള്ളാഹുവിന്റെ അനുമതിയോടുകൂടെ അള്ളാഹുവിന്റെ ഉദ്ദേശപ്രകാരമാണല്ലോ ഉണ്ടാകുന്നത്, അല്ലേ? അള്ളാഹു അത് വേണമെങ്കിൽ ഇല്ലാതാക്കുകയും ചെയ്യാം. പക്ഷേ ആ ഉരുൾപൊട്ടലുണ്ടായതിന്റെ പേരിൽ എന്ത് അള്ളാഹ്ക്ക് രക്ഷിക്കാൻ കഴിവുണ്ടായിട്ട് രക്ഷിക്കാതിരിക്കുന്നത് എന്ന് ഒരു വിശ്വാസി ചോദിക്കൂല. അത് ചോദിക്കുന്നത് യുക്തിവാദികളാണ്, അല്ലേ? വയനാട്ടിൽ ഉരുൾപൊട്ടിയപ്പോ യുക്തിവാദികൾ അത് ചോദിച്ചില്ലേ, നിങ്ങളെ റബ്ബ് എവിടെ പോയി എന്ന്? അത് ചോദിക്കുക വിശ്വാസം നഷ്ടപ്പെട്ട യുക്തിവാദികളാണ്. മുസ്ലിമീങ്ങൾ അത് ചോദിക്കൂല, മനസ്സിലായോ? എന്നാൽ CM മടവൂരോ അതല്ലെങ്കിൽ മമ്പുറം തങ്ങളോ ഒരാളെ കിണറ്റിലേക്ക് തള്ളിട്ടു എന്ന് വിചാരിക്കുക, ഉന്തി തള്ളിട്ടു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു വെള്ളത്തിൽ മുക്കിക്കൊന്നു എന്ന് വിചാരിക്കുക, അത് ചോദ്യം ചെയ്യും. മനുഷ്യന്മാരങ്ങനെ ചെയ്യാൻ പാടില്ല. അതിന് ഈ ഭൗതിക കോടതിയിൽ തന്നെ അവർക്ക് ശിക്ഷ കിട്ടും മുസ്ലിയാരെ. അതുകൊണ്ട് സൃഷ്ടികളുടെ കഴിവുകേടുകളെയും സൃഷ്ടാവിന്റെ കഴിവിനെയും താരതമ്യം ചെയ്ത് വെല്ലുവിളിക്കുന്നത് വിഡ്ഢിത്തരമാണ് മുസ്ലിയാരെ. മനസ്സിലാക്കിക്കോ ശരിക്ക്. ഒരു എക്സാമ്പിളും കൂടെ പറഞ്ഞുതരാം. ഇപ്പൊ കാന്തപുരം മുസ്ലിയാർ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഒരാളിങ്ങനെ വെള്ളം കുടിച്ച് മരിക്കുകയാണ്. അയാൾക്ക് കൈ പിടിച്ചാൽ അയാൾ അങ്ങനെ രക്ഷിക്കാൻ കഴിയും. പക്ഷേ അത് രക്ഷിക്കാതെ അയാൾ നോക്കി നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും പറയും, എന്ത് തമ്മാടുത്തമാണ് മുസ്ലിയാരെ നിങ്ങൾ ചെയ്തത്, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് എല്ലാവരും പറയും. അയാൾ ആക്ഷേപിക്കും. എന്നാൽ ഒരാൾ വെള്ളം കുടിച്ച് മരിക്കുകയാണ്, അയാളെ രക്ഷിക്കാൻ അള്ളാഹ്ക്ക് കഴിയൂലേ? എന്നാൽ അയാൾ മരിച്ചു. അതിന്റെ പേരിൽ അള്ളാഹുവിനെ ആരെങ്കിലും ചോദ്യം ചെയ്യോ മുസ്ലിയാരെ? അള്ളാഹ്ക്ക് രക്ഷിക്കാൻ കഴിവുണ്ടായിട്ടും എന്തേ ആ മനുഷ്യൻ മുങ്ങി മരിച്ചത് രക്ഷിച്ചില്ല എന്ന് ചോദിക്കുമോ? നിങ്ങളെപ്പോലെയുള്ള യുക്തിവാദികൾ ചോദിക്കും, പക്ഷേ ഈമാനുള്ളവർ ചോദിക്കൂല മുസ്ലിയാരെ. ശരിക്കും മനസ്സിലാക്കിക്കോ. എന്നിട്ട് ചോദിക്കണം ഇയാള്, അള്ളാഹ്ക്ക് കഴിവുണ്ടെങ്കിൽ
പൊന്തട്ടെ, അള്ളാഹ്ക്ക് കഴിവുണ്ടെങ്കിൽ പൊന്തട്ടെ. മുസ്ലിയാരുടെ ചോദ്യമാണ്. എന്തുമാത്രം വിഡ്ഢിത്തരമാണ് ഇയാൾ ചോദിക്കുന്നത്? ഖുർആൻ ഒന്ന് ശരിക്കും പഠിച്ചൂടെ മുസ്ലിയാരെ? തഫ്സീർ നിങ്ങൾക്കറിയൂല, ഖുർആൻ തന്നെ അർത്ഥം പഠിക്കരുത് എന്നാണ് നിങ്ങൾ പഠിപ്പിച്ചത്, നിങ്ങളുടെ പൂർവികർ പഠിപ്പിച്ചത്, അവരുടെ ശിഷ്യന്മാരല്ലേ നിങ്ങൾ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ മുസ്ലിയാരെ, നിങ്ങൾക്ക് കെവിയുടെ മലയാള പരിഭാഷ അല്ലേ, അതൊന്ന് വായിച്ചു പഠിച്ചൂടെ ശരിക്ക്? കെവിയുടെ മലയാള പരിഭാഷ, മലയാള ഖുർആൻ വ്യാഖ്യാനം ഒന്ന് ശരിക്ക് പഠിച്ചിരുന്നെങ്കിൽ, അത് വായിച്ചു വന്നിരുന്നെങ്കിൽ, ഈ ചോദ്യം ഒരു സ്റ്റേജിന്റെ മുമ്പിൽ ഈ തോക്കെ സഖാഫി ചോദിക്കുമോ? ഇയാൾ പണ്ടേ വിവരമില്ലാന്ന്, ഇയാൾക്ക് വിവരമില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ഇതാ ഞാൻ വായിക്കാം. ഈ കെവിയുടെ ഖുർആൻ പരിഭാഷയിൽ നിന്നാണ് വായിക്കുന്നത്, ഖുർആൻ വ്യാഖ്യാനത്തിൽ നിന്ന് 440 പേജിൽ നിന്നാണ്. നിങ്ങൾ പഠിക്കാനാ പറയുന്നത് കേട്ടോ. അധ്യായം 21 സൂറത്തുൽ അംബിയയിലെ 23 വചനം എന്താ? ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. എന്താണ് അതിന്റെ അർത്ഥം കൊടുക്കുന്നത്? അവൻ ചെയ്യുന്നതിനെ പറ്റി അവനോട് ചോദിക്കപ്പെടുകയില്ല, എന്നാൽ അവർ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അവർ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അള്ളാഹിനെ സംബന്ധിച്ച് പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നതിനെ പറ്റി അവനോട് ചോദ്യം ചെയ്യപ്പെടുകയില്ല. എന്നാൽ മനുഷ്യരായ നമ്മൾ ചെയ്യുന്നതിനെ സംബന്ധിച്ച് എന്ത് ചെയ്യും? ചോദ്യം ചെയ്യപ്പെടും. എന്നിട്ട് അതിനെ വ്യാഖ്യാനം കൊടുക്കുകയാണ്. ശരിക്കും പഠിച്ചോ. അറബി അറിയില്ലെങ്കിൽ മലയാളമെങ്കിലും ഒന്ന് വായിച്ചു പഠിച്ചിട്ട് മുഖാമുഖത്തിന് വാ. എന്താ കൊടുക്കുന്നത്? അള്ളാഹുവിൻ്റെ അതിരറ്റ മഹത്വവും ആധിപത്യവുമാണ് ഇവിടെ പ്രകടമാകുന്നത്. അവൻ സ്രഷ്ടാവാണ്, നിയന്ത്രാവും സംരക്ഷകനുമാണ്. അവന്റെ ആധിപത്യത്തിലാണ് മുഴുവൻ സൃഷ്ടികളും. അവയുടെ യജമാനനും ഉടമയും അവൻ തന്നെ. തൻ്റെ സൃഷ്ടികളിൽ യഥേഷ്ടം കൈകാര്യകർത്തൃത്വം നിർവഹിക്കാൻ അള്ളാഹുവിന് അധികാരമുണ്ട്. മാത്രമല്ല വിഷയങ്ങളത്രയും യുക്തിയുക്തവും കാര്യകാരണ സമേതവുമാണ് അവൻ ചെയ്യുക. അതുകൊണ്ട് അവന്റെ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്യപ്പെടാൻ അർഹമേ അല്ല. മുസ്ലിയാരെ, അതുകൊണ്ട് അവന്റെ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്യപ്പെടാൻ അർഹമേ അല്ല. അവനെ ചോദ്യം ചെയ്യാൻ യോഗ്യതയുള്ള മറ്റൊരു ശക്തി ഇല്ലതാനും. അതേസമയം അവനല്ലാത്തതൊക്കെ അവന്റെ സൃഷ്ടിയാണ്. അവയെപ്പറ്റി അള്ളാഹു തന്നെ ചോദ്യം ചെയ്യും. അതുകൊണ്ട് അള്ളാഹിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. അത് ശരിക്ക് വിശ്വാസരാഹിത്യമാണ് എന്നാണ് കെവി ഇവിടെ പറയുന്നത്. അതുപോലും പഠിക്കാതെയാണ് മുസ്ലിയാർ എന്ത് ചോദിക്കുന്നത്? എന്നാ അള്ളാഹ്ക്ക് കഴിവുണ്ടെങ്കിൽ പൊന്തട്ടെ. മുസ്ലിയാരെ, പഠിച്ചിട്ട് വരണ്ടേ അല്ലേ? പഠിച്ചിട്ട് വരണ്ടേ? അള്ളാഹു പൊന്തിക്കട്ടെ, അള്ളാഹു ഇപ്പൊ മഴ പെയ്യിപ്പിക്കട്ടെ, അള്ളാഹു എന്ത് ചെയ്യട്ടെ, ഈ മരം അള്ളാഹു മുറിച്ചു തരട്ടെ, ഈ ബസ് ഇപ്പൊ അള്ളാഹ് ഓടിക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നത് സത്യത്തിൽ വിശ്വാസരാഹിത്യവും കുഫിരിയത്തുമാണ് മുസ്ലിയാരെ. അത് യഥാർത്ഥ മുഅ്മിനീങ്ങൾ അത് ചോദിക്കൂല. അതിവിടെ ചോദിച്ചത് യുക്തിവാദികളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതാണ് ഈ മുസ്ലിയാർ ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ സത്യത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നിങ്ങളുടെ ഔലിയാക്കളുടെ കള്ളക്കറാമത്തുകളെ ഇവിടെ ചോദ്യം ചെയ്യുമ്പോൾ, ആ കഴിവുകേടുകളെ ഇവിടെ ചോദ്യം ചെയ്യുമ്പോൾ, നിങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ സർവശക്തനായ പരമകാരുണ്യകനായ പരിശുദ്ധനായ റബ്ബിനെ വെല്ലുവിളിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്ത് നിങ്ങൾ കുഫ്രിയത്തിന്റെ ആഴത്തിൽ പോയി വീഴുന്ന ദുരന്തപൂർണമായ കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ മദ്രസയിൽ പഠിച്ച 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ പഠിച്ച ഒരു മദ്രസാ വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിക്കുള്ള വിവരം പോലും ഇല്ലാതെയാണ് ഈ മുസ്ലിയാരെ ഒരു മുഖാമുഖത്തിന് എഴുന്നള്ളിച്ചു കൊണ്ടുവന്നത് എന്ന് ഓർക്കുമ്പോൾ സങ്കടം തോന്നുകയാണ്. അയ്യയ്യേ, നാണക്കേട്. എന്താ പറയും മുസ്ലിയാരെ കുറിച്ച്? മുസ്ലിയാർ വരെ അള്ളാഹ് പൊന്തിക്കട്ടെ. വിശ്വാസ കാര്യങ്ങളിൽ പഠിപ്പിക്കുകയാണ്. ഫിഅ്ലു കുല്ലി മുംകിനിൻ ഔ തർക്കുഹു. അള്ളാഹിന്റെ ജായിസായ സിഫത്താണ് ചെയ്യാതിരിക്കാം. അതൊന്നും അള്ളാഹുവിനെ സംബന്ധിച്ച് അവന്റെ കഴിവിനെയോ കഴിവുകേടിനെയോ വിലയിരുത്താനുള്ളതല്ല. അള്ളാഹ് അത് ജായിസാണ്, ചെയ്യാതിരിക്കാം. അതുകൊണ്ട് മുസ്ലിയാരെ, ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ട് വരണം കേട്ടോ. എന്നിട്ട് മതി സലഫികളോട് ഈ ജാതി മുട്ടലൊക്കെ. വലിയ വീരവാദമൊക്കെ മുഴക്കും, പക്ഷേ 5 കാശിൻ്റെ വിവരമല്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് ഈ മുസ്ലിയാർ ചോദിച്ചത് യുക്തിവാദ ചോദ്യമാണ്, വിശ്വാസരാഹിത്യത്തിൽ നിന്നുണ്ടായതാണ്, തൗഹീദിൻ്റെ പ്രാഥമിക പാഠം പഠിക്കാത്തത് കൊണ്ടുണ്ടായതാണ്. സങ്കടം തോന്നി. ഏതാണെങ്കിലൊക്കെ ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. അള്ളാഹു സത്യം മനസ്സിലാക്കാനും തൗഹീദ് ശരിക്കും പഠിക്കാനൊക്കെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.